പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ UDF-നൊപ്പം സമരം ചെയ്യാൻ തയ്യാറെന്ന് CPIM. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്ന് കെ രാധാകൃഷ്ണൻ MP ന്യൂസ് മലയാളത്തോട്. റെയിൽവേ ഡിവിഷൻ വിഭജനം കേരളത്തിന്റെ റെയിൽവേ വികസനം മന്ദഗതിയിലാക്കും. പാലക്കാട് ഡിവിഷന്റെ ചരക്കു നീക്കത്തിൽ 90% മംഗലാപുരം മേഖലയിൽ നിന്നാണ്. 2.25 കോടിയാണ് നിലവിലെ പ്രതിദിന വരുമാനം. പാലക്കാട് ഡിവിഷൻ വിഭജനത്തോടെ റെയിൽവേ വികസനം ഇല്ലാതാകുന്ന സ്ഥിതിയാണെന്നും കെ രാധാകൃഷ്ണൻ വിമർശിച്ചു. കേന്ദ്ര ഗവൺമെൻറ് തീരുമാനത്തിൽ പിന്മാറാൻ തയ്യാറാകാതിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തന്നെയല്ല, നമ്മുടെ തിരുവനന്തപുരം ഡിവിഷനിലടക്കം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇതിൻ്റെ കൂടെ നടക്കുകയാണ്. എല്ലാത്തിനും അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിന്ന് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കണം. അത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നിൽക്കുക, വലതുപക്ഷം ഭരിക്കുമ്പോൾ മാറി നിൽക്കുക എന്നുള്ള സമീപനം അല്ല സ്വീകരിക്കുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഉത്തമ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ കേരളത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് തീരുമാനിക്കുക. അപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും കേരളത്തോട് പൂർണ്ണമായിട്ടുള്ള ഒരു അവഗണന അല്ലെങ്കിൽ കേരളത്തോട് നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം ഉയർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേരളത്തിലെ MP-മാരും അതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ തീരുമാനത്തിനെതിരായിക്കൊണ്ടുള്ള വലിയ പോരാട്ടത്തിന് തയ്യാറാണ്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേർന്നുണ്ട്. സച്ചിൻ, ഗുഡ് മോർണിംഗ് സച്ചിൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MP-മാരെല്ലാം ഇപ്പോൾ സമരത്തിലാണ്. അവരുടെ പ്രതിഷേധമൊക്കെ കേന്ദ്രത്തെ അറിയിച്ചതുമാണ്. ഇനി യോജിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു. സേതുലക്ഷ്മി, തീർച്ചയായും തിരുവോണനാളിലാണ് UDF-ന്റെ MP-മാരെല്ലാം തന്നെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം അടക്കം അനുഷ്ഠിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ഉയർത്തിയത്. ഇതിന് പിന്നാലെയാണ് ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധ സമരം നടത്താൻ വേണ്ടി UDF-ൽ തീരുമാനമായിട്ടുള്ളത്. ആ തീരുമാനത്തിന് ഒപ്പം നിൽക്കും എന്ന് തന്നെയാണ് CPM-ന്റെ നേതാക്കളും വ്യക്തമാക്കുന്നത്. പ്രധാനമായും CPM-ന്റെ ഒരു നിലപാട് തന്നെയാണ് കെ രാധാകൃഷ്ണൻ MP ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയത്. കേരളത്തിന് വേണ്ടി യോജിച്ചുള്ള സമരത്തിന് എപ്പോഴും CPIM തയ്യാറാണ് എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കൂടാതെ തന്നെ ഇടതുപക്ഷം മാത്രം കേരളം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ വലതുപക്ഷം ഭരിക്കുമ്പോൾ വലതുപക്ഷത്തിനൊപ്പം നിൽക്കാതിരിക്കുന്ന നിലപാട് ഇടതുപക്ഷത്തിന് ഇല്ല എന്ന കാര്യവും കെ രാധാകൃഷ്ണൻ MP വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിൽ ഉയരുന്നുണ്ട്. പ്രധാനമായും പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിലൂടെ കേരളത്തിൻ്റെ റെയിൽവേ വികസനം ഒന്നാകെ ഇല്ലാതാവുന്ന അവസ്ഥ 2.9 കോടിയോളം രൂപ വരുമാനം ലഭിക്കുന്ന മംഗലാപുരം ഡിവിഷനിൽ ഉൾപ്പെട്ട സ്റ്റേഷനുകളെല്ലാം തന്നെ മംഗലാപുരം സ്റ്റേഷൻ അടക്കം ഉൾപ്പെട്ട സ്റ്റേഷനുകളെ വിഭജിച്ചുകൊണ്ട് മൈസൂർ ഡിവിഷനിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഉയരുന്നത്. കൂടാതെ തന്നെ തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന പാലക്കാടിൻ്റെ പൊള്ളാച്ചി സ്റ്റേഷനും അതേപോലെ തന്നെ തിരുവനന്തപുരം കന്യാകുമാരി ജില്ലയിലെ ചില സ്റ്റേഷനുകളെല്ലാം വിഭജിക്കാനുള്ള ഒരു നീക്കവും അണിയറയിൽ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം MP-മാരുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. കെ രാധാകൃഷ്ണൻ MP, മറ്റ് MP-മാർ അടക്കമുള്ളവരെല്ലാം കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. എന്നാൽ യാതൊരുവിധ അനുകൂല നിലപാടും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ യോജിച്ചുള്ള ഒരു സമരം, കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി സമരം ചെയ്യാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് എന്ന കാര്യം കെ രാധാകൃഷ്ണൻ MP ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിട്ടുള്ളത്. സേതുലക്ഷ്മി. ഓക്കെ, ഫൈൻ, ശരി. സച്ചിൻ വള്ളിക്കാടാണ് ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.